കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട. കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട യാത്ര തുടരാൻ. പ്രതിസന്ധികളിൽ നീ ഭയപ്പെടുമ്പോൾ ലേശവും ഭാരം വേണ്ട യാത്ര തുടരാൻ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. കൺമണി പോൽ നിന്നെ കരുതിടുവാൻ വിശ്വസ്തനായ ദൈവമുണ്ട്, മറന്നിടല്ലേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനം, ഫിയർ യു നോട്ട്, നീ ഭയപ്പെടേണ്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 41 verse 10. Fear you not, for I am with you. Be not dismayed, for I am your God. I will strengthen you, I will help you, I will uphold you with the right hand of my righteousness. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. പരിശുദ്ധാത്മാവേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രേശ്വര നാമത്തിൽ തന്നെ. ആമേൻ. ഫിയർ യു നോട്ട്, നീ ഭയപ്പെടേണ്ട. ഏതൊരു മനുഷ്യനെയും ബലപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണിത്. നാം ബലഹീനരാണെന്ന് ദൈവത്തിന് അറിയാം, ദൈവത്തിന് മാത്രമേ അറിയൂ. അതിനാൽ ദൈവം വ്യക്തിപരമായി നമ്മോട് ഇടപെട്ട് 7 കാര്യങ്ങൾ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് ആത്മാവിൽ ആശ്രയിച്ച് ധ്യാനിക്കാം, ചിന്തിക്കാം, പഠിക്കാം. 1, നീ ഭയപ്പെടേണ്ട. ഓരോ ദിവസവും മനുഷ്യനെന്ന നിലയിൽ നമ്മൾ ഭയം കടന്നു വരാം. നാം കടന്നു പോകുന്ന ഈ ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരായി നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭയം. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഏതെല്ലാം രീതിയിലാണ് ഈ ഭയം കടന്നു വരുന്നത്? ദുഷ്ടപിശാച്, ദുഷ്ടജന്തുക്കളും ദുഷ്ടമനുഷ്യരും ദുഷ്ടസാഹചര്യങ്ങളും നമ്മൾ ഭയം വരുത്താം. എന്നാൽ വചനമാകുന്ന ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ദൈവം നമ്മുടെ ചാരെ വന്ന് പറയുന്നു,
ഫിയർ യു നോട്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. രണ്ടാമത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇറ്റ്സ് സംതിങ് പേഴ്സണൽ. നാം നേരിടുന്ന സാഹചര്യം എന്ത് തന്നെ ആയാലും സാരമില്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഇമ്മാനുവേൽ ആയി, യേശു ഈ ഭൂമിയിൽ ജാതനായി. ഇമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം ദൈവം നമ്മോട് കൂടെ. സകല പ്രതിസന്ധികളിൽ നിന്നും വിടിവിക്കുവാൻ ദൈവം സർവശക്തൻ. ഹല്ലേലൂയ. ആ ഒരു സ്വർഗീയ ആശയം ഹൃദയത്തിൽ പിടിച്ചു വെക്കുക. എന്താണത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. മൂന്നാമതായി ആത്മാവ് നാൾ പഠിപ്പിക്കുന്നത്, ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ബി നോട്ട് ഡിസ്മെയ്ഡ്. ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭ്രമം വരാം. ജീവിതാവസാനം എന്താകും? ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ സാധിക്കുമോ? നനച്ചിരിക്കാതെ രോഗങ്ങൾ വരുമോ? സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാകും? മക്കളുടെ ഭാവി എന്താകും? ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ മനസ്സിനെ ഭ്രമിപ്പിക്കാം. ദൈവം ഉണ്ടോ എന്നും ദൈവം കൂടെയുണ്ടോ എന്നും സംശയങ്ങൾ ജനിപ്പിക്കാം. കർത്താവ് നമ്മോട് പറയുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട. കാരണം യേശു പറയുന്നു, മത്തായി 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതിനാൽ നാം ഭ്രമിക്കേണ്ടതില്ല. ലോകാവസാനത്തോളം, ഈ ആയുസ്സിലും നിത്യതയോളം മരണാനന്തര ജീവിതത്തിലും യേശു നമ്മോട് കൂടെയുണ്ട്. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. നാലാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ നിന്റെ ദൈവം, ഐ ആം യുവർ ഗാഡ്. നമ്മെ കൈകൊണ്ട് മെനഞ്ഞ് വിശ്വാസം നൽകി സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ പ്രകൃതി അറിയാം. കാരണം അവൻ നമ്മളെ സൃഷ്ടാവാം ദൈവം, സകല ജഡത്തിൻ്റെയും ദൈവമായ കർത്താവ്. ആ ദൈവത്തിന് സകലവും സാധ്യം. അവൻ അസാധ്യമായി ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ആ ദൈവം സകലതും നിവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷനാണത്. ആ ദൈവം സകലതും നിവൃത്തിയാക്കുമെന്ന് വിശ്വസിക്കണം. അഞ്ചാമതായിട്ട് ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഐ വിൽ സ്ട്രെങ്തൻ യു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഏത് തളർന്ന അവസ്ഥയിലും നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ്. പൗലോസ് വളരെയേറെ കഷ്ടങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി. എന്നാൽ യേശു തന്നെ ശക്തീകരിക്കുന്ന ദൈവമാണെന്ന് പൗലോസ് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? ഫിലിപ്പിയർ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. എവിടെ പോയാലും നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു തിരുവചനമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്റർവ്യൂവിന് പോയാലും, ഒരു ജോലിക്ക് പോയാലും, ഒരു യാത്രയ്ക്ക് പോയാലും, എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തിരുവചന ഭാഗമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയർ 4:13. ദൈവത്തിൻ്റെ ശക്തി അളവറ്റതാണ്, അനന്തമാണ്. ക്ഷീണിച്ച് തളർന്നു പോകുന്നവർക്ക് ദൈവം അതിശക്തി നൽകുന്നു. അവർ കഴുകനെ പോലെ പ്രതിസന്ധികളെ ഭേദിച്ച് കുതിച്ച് പറന്നുയരും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ആ ചിറകുകൾക്ക് ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആ തളർന്ന അവസ്ഥ മാറി കഴുകനെ പോലെ ചിറകടിച്ച് പറന്നു ഉയരട്ടെ. ആറാമതായി പരിശുദ്ധാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ജീവിതത്തിൽ ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥകൾ വന്ന് ഭവിക്കാം, ഇല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതവസ്ഥയിലും കർത്താവ് നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് വാഗ്ദാനം നൽകുന്നു. ഇത് രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനമല്ല, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആവശ്യമായ സാഹചര്യങ്ങളിൽ ആവശ്യത്തിനുള്ള ബുദ്ധിയും ശക്തിയും സമ്പത്തും ആരോഗ്യവും സൗഖ്യവും കർത്താവ് തരും. വിശ്വസിക്കുന്നുണ്ട്? ഒരാമേൻ പറയാം. ആമേൻ. കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ മറക്കുന്ന പോലെ അത്യുന്നതൻ്റെ ചിറകിൻ കീഴെ നാം വസിക്കും. ഹല്ലേലൂയ. എപ്പോഴും ബി പോസിറ്റീവ്. അത്യുന്നതൻ്റെ ചിറകിൻ കീഴിൽ ഞാൻ വസിക്കും. വസിച്ചാൽ അനുഗ്രഹം. ഏഴാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. I will uphold you with the right hand of my righteousness. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതവണ നാം വീണു പോകേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലയോ? തീർച്ചയായും. എത്രയേറെ അപകടങ്ങൾ, എത്രയേറെ പരീക്ഷണങ്ങൾ,
ഇവയിൽ നിന്ന് അദൃശ്യമായ കരങ്ങൾ നമ്മെ വീണ്ടെടുത്തില്ലേ? കർത്താവിന്റെ കരം നീതിയുള്ള കരമാണ്, താങ്ങുന്ന കരം, ക്ഷീണിക്കാത്ത കരം, പോഷിപ്പിക്കുന്ന കരം, ശാശ്വത കരം, നിന്റെ വലം കൈ പിടിച്ച് വഴി നടത്തുന്ന കരം. ആ കരം ജീവിതാവസാനം വരെ നമ്മെ താങ്ങി നിർത്തും. കർത്താവിന് മാത്രമേ അങ്ങനെ താങ്ങാൻ കഴിയൂ. കാരണം അവൻ ആധിപത്യം തോളിലുള്ളവനാണ്. കർത്താവ് നൽകുന്ന ഈ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പതറാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിനും പരിസ്ഥിതിമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. ഈ പുതുമാസത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ഇന്നതെന്ന് അറിഞ്ഞ് ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. അവിടുത്തെ തിരുവചന പ്രകാരം അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ ഇത്രത്തോളം അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എന്ന വചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഈ സമയത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മാനവരാശിയെ ഭയത്തിൽ മുന്നോട്ട് നയിക്കുകയാണല്ലോ. എന്നാൽ ഇതിൻ്റെ നടുവിൽ അവിടുത്തെ തിരുവചനത്തിലൂടെ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇറാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യത്ത് ലക്ഷക്കണക്കിന് നിരപരാധികളുണ്ടല്ലോ കർത്താവേ. അവിടുത്തെ നീതി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാഷ്ട്രമായി മാറട്ടെ. കടന്നു വരുന്ന ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കർത്താവേ, ഇലക്ഷൻ നടക്കുവാനും അവിടുത്തെ ഹിതപ്രകാരമുള്ള ഒരു ഗവൺമെൻറ് വരുവാനും അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും ഭവിക്കാതെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വെക്കേഷൻ സീസണിലായിരിക്കുമ്പോൾ ദൈവമേ, ഒരനർത്ഥവും അവർക്ക് ഭവിക്കാതെ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ അവരുടെ വെക്കേഷൻ സന്തോഷത്തോടെ ചിലവഴിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. ദൂരത്തും ചേർത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, മക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഇത്രത്തോളം അവിടുന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട് മക്കൾക്ക് കൊടുക്കണമേ കർത്താവേ. റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളുണ്ടല്ലോ കർത്താവേ. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബത്തിൽ അനേക കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വഴക്കുകൾ നിമിത്തം നിരാശരായി കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. സമാധാന പ്രഭുവേ, അവിടുത്തെ കരം വെച്ച കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദുഷ്ടൻ കൊണ്ട് ഇടുന്ന എല്ലാ ദുഷിച്ച ചിന്തകളും ദുഷ്പ്രവർത്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി ദൈവഭയമുള്ള മാതാപിതാക്കളെ ജീവിക്കാൻ അവരെ സഹായിക്കണമേ കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് നൽകിയ ഓരോ തിരുവചന ഭാഗങ്ങളും അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ വചനത്തിൽ പിടിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും അവിടുന്ന് അവരെ സഹായിക്കണമേ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവർക്ക് കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പായ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, ആശ്രയം വെച്ചോരെല്ലാം മാറിപ്പോയാലും, ആശയറ്റോനായി ഭൂവിൽ തീർന്നു പോയാലും, പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നിന്നെ ചേർത്തിടുവാൻ. പ്രാണനേകി നിന്നെ വീണ്ടെടുത്ത ക്രൂശിതനുണ്ട് നമ്മെ ചേർത്തിടുവാൻ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു
നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട, കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. കരുതുന്ന ദൈവം കൂടെയുള്ളതിനാൽ നാളെ ഓർത്തു നീ ഭയപ്പെടേണ്ട, കർത്തൻ തൻ കരമതു കൂടെയുണ്ടല്ലോ, കരതലമതിലവൻ വഹിച്ചിടുമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാക്കത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാക്കത്തം തന്നൊരു